കൊല്ലം സ്വദേശിയായ അതുല്യയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കി. കേസിൽ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ പ്രോസിക്യൂഷൻ ചേർക്കാത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിച്ചു. എഫ്ഐആറിൽ ചേർത്ത കൊലപാതക വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞു. മരണം കൊലപാതകമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, സതീഷിന് എന്തായാലും ജാമ്യമല്ല അനുവദിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി പ്രോസിക്യൂഷന് വലിയ വിമർശനം ഇന്ന് കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നില്ലേ? ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഇയാൾ സതീഷ് നാട്ടിലേക്ക് ഷാർജയിൽ നിന്നും എത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് വിശദമായ ഒരു മൊഴി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിനെ ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ക്രൈംബ്രാഞ്ചാണ് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിലായിരുന്നത് കൊണ്ട് തന്നെ അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. അതിൽ പ്രധാനമായും ഈ തെക്കുഭാഗം പോലീസ് ചാർജ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ളതാണ്. പക്ഷെ അത് നിലനിൽക്കില്ല എന്നുള്ളത് ക്രൈംബ്രാഞ്ച് തന്നെ ഉദ്യോഗസ്ഥർ സംശയം പറഞ്ഞിരുന്നു. കോടതി അത് നിലനിൽക്കില്ലെന്ന് അറിയുകയും ആ വകുപ്പ് മാറ്റുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിന്. മാത്രവുമല്ല, ഈ ആത്മഹത്യയിലേക്ക് നയിച്ച ചില കാര്യങ്ങൾ, അത് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ കൃത്യമായ ഡിജിറ്റൽ തെളിവുകളോടെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നതിൽ പ്രധാനമായിട്ടും ഒരു ഇതായിരിക്കുന്നത്. മാത്രമല്ല, കോടതി ഒരു വിമർശനമായി ഉന്നയിച്ചത് ഈ കൊലപാതക കുറ്റമൊക്കെ ചുമത്തുന്നതിന് മുൻപേ തന്നെ ആത്മഹത്യാ കുറ്റം എന്തുകൊണ്ട് കൃത്യമായി അതിന്റെ വകുപ്പുകൾ എന്തുകൊണ്ട് കൃത്യമായി ചുമത്തിയില്ല എന്നുള്ള ചോദ്യവും മാത്രം അതിന് ഒരു നിരാശയും കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും അനുബന്ധമായ ഒരുപക്ഷെ കുറ്റപത്രം സമർപ്പിക്കുക, ചാർജ് ഷീറ്റൊക്കെ സമർപ്പിക്കുന്ന ഒരു സമയത്ത് അക്കാര്യങ്ങൾ കൂടെ കൃത്യമായി ഓൾട്ടർ ചെയ്തിട്ടായിരിക്കും സമർപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇനി വിശദമായി ഇയാളുടെ മൊഴി എടുക്കാനായിട്ട് സാധിക്കും. ഇനി ജാമ്യം തേടിക്കൊണ്ടായിരിക്കാം സതീഷിന് കോടതിയിൽ സമീപിക്കേണ്ടി വരിക. ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സതീഷ് എത്തിയിട്ടുണ്ട്. കേസിൽ എന്തായാലും ആത്മഹത്യാ പ്രേരണ വകുപ്പ് ചുമത്താത്തതിലാണ് കോടതിയിൽ നിന്നൊരു വിമർശനം ഉണ്ടായത്. വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.